ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി നമുക്ക് പണിയില്ലാത്തൊരു ദിവസം ഉണ്ടാകും. ഈ പണിയില്ലാത്ത ദിവസങ്ങളിൽ മനസ്സിനൊക്കെ ഒരു പ്രത്യേക ഒരു വൈബും ഒരു സന്തോഷമൊക്കെയാണ്. എന്താണെന്നുള്ള അറിയില്ല. പിന്നെ പ്രത്യേകിച്ച് പുറത്ത് നല്ല മഴയും പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ നേരെ പെങ്ങളെ വീട്ടിൽ പോകണം. അപ്പോൾ അവിടെ അളിയനും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവിടെ ചെറിയ കൂടലുണ്ട് അവിടെ എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ നല്ല മഴക്കാറുണ്ട്. പറഞ്ഞു തരുമ്പോൾ നല്ല മഴ പെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ മേലെ അവിടെ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് തീ കായുള്ള പരിപാടിയാണ്. തീ കായലും പിന്നെ നമ്മൾ ചെറിയൊരു കുക്കിംഗ് പരിപാടി കിട്ടുക. നമ്മളിതുപോലെ ഒഴിവ് ദിവസങ്ങളിൽ ഇങ്ങനെ വൈബിന് എല്ലാവരും കൂടിയിട്ട് അവിടെ കൂടാറുണ്ട്. അപ്പോൾ അതിനാണ് ഈ അടുപ്പ് സെറ്റപ്പൊക്കെ. അപ്പോൾ നല്ല ചിക്കൻ കറി തയ്യാറായിക്കൊണ്ടിരിക്കേണ്ട. അപ്പോൾ പുറത്താണെങ്കിലോ നല്ല കിടിലം മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കണം. പ്രത്യേക ഒരു വൈബ് തന്നെ ഉണ്ടാ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ചിക്കൻ കറിയും പത്തിരി കണ്ട് സെറ്റായി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കഴിക്കലാണ് അടുത്ത ടാസ്ക്. നല്ല കിടിലൻ ഐസ് പത്തിരിയും ചിക്കൻ കറിയും തേങ്ങാപ്പാലും. എൻ്റെ മോനെ കിളി പറഞ്ഞ സാധനം കേട്ടോ. ഞാനത് കഴിച്ചാണ്ട് റാത്തായി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഒരു പണി കിട്ടാനുള്ള പോകാണ്ടായി പോയി പോകണത്. ഞാൻ പതിയെ പറയാം. ഇപ്പോൾ മഴക്കൂട്ടില്ലാത്തതാണ് അവിടെ കയറിയത്. അങ്ങനെ മഴ മാറിയിട്ട് അമ്മണ്ട് ഇറങ്ങി. അപ്പോൾ ഈ വെള്ളക്കെട്ടിൻ്റെ അവിടെ എത്തിയപ്പോൾ നൈസായിട്ട് വണ്ടി ഓഫ് ആയിട്ടാണ്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പണി. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൽ കൂടെ ഒക്കെ വരുമ്പോൾ വണ്ടി ഓഫ് ചെയ്യാതെ എടുക്കണം. ഓഫായി കഴിഞ്ഞാൽ പെട്ട് കിക്കറും വർക്ക് ചെയ്യാനില്ല. ഇതിൻ്റെ സെൽഫും ഇൻഡിക്കേറ്റർ ഒരു സാധനം വർക്ക് ചെയ്യില്ല. എന്ത് പറ്റിയെന്ന് ഒരു ഐഡിയ ഇല്ല. അരമണിക്കൂറോളം അവിടെ നിന്ന് കുസ്തി പിടിച്ചിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ വണ്ടി തള്ളേണ്ടി വന്നിട്ടോ. ഞാൻ വണ്ടി തള്ളി അടങ്ങറായി 1 കിലോമീറ്ററോളം ഹൈവേക്ക് തള്ളി. ഷോറൂമിൽ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇന്നൊക്കെ നടക്കില്ല, നാളേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഞാനിത് നടപടിയാലോ എന്നുണ്ടപ്പോൾ കൂട്ടുകാരനെ വിളിച്ചിട്ട് വണ്ടി വീട്ടിലേക്ക് എത്തിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഫ്യൂസ് ഒന്ന് നോക്കിയേക്കാലോ എന്നുള്ള ചിന്ത വന്നത്. നോക്കുമ്പോൾ ഫ്യൂസ് പോയുള്ളതാണ്. അപ്പോൾ അതിൽ സ്പെയർ ഫ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അത് അങ്ങോട്ടും കൊണ്ട് ചേഞ്ച് ചെയ്ത് നോക്കുമ്പോൾ സംഭവം ശരിയായി. അപ്പോൾ ഈ ബുദ്ധി മുന്നേ തോന്നുന്ന വെച്ചാൽ ഇത്രയും ഇടങ്ങറാവേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും വരാളെ വഴി താങ്ങില്ല. അത് ഓട്ടോ പിടിച്ചിട്ടായാലും എത്തുന്നതാണ് പുല്ല്. അപ്പോൾ എന്തായാലും സംഭവം ഒക്കെ ആയി കിട്ടി. ഇപ്പോൾ നാളത്തെ പോക്ക് കഴിച്ചില്ലായി. അപ്പോൾ എന്തായാലും വീഡിയോ എത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തതിൽ കാണാം.